ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കേരള ജോഡോ യാത്രയുമായിട്ട് കേരള ഭരണം എങ്ങനെയും പിടിച്ചെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കേരളം കൈവിട്ട് കളഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പം സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഉചിതമായ തീരുമാനങ്ങൾ, അതായത് മുസ്ലിം ലീഗ് പറയുന്ന പോലെ തക്കതായ സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആള് മിണ്ടാണ്ടിരിക്കുക. AICC ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ KC വേണുഗോപാൽ ഈ കൈ നനയാതെ മീൻ പിടിക്കാൻ നിൽക്കുക. മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങ് വരണം. പുള്ളിക്ക് അത്രയേ ഉള്ളൂ, പുള്ളിയുടെ ആഗ്രഹം അത്രയേ ഉള്ളൂ. പേഴ്സണലായിട്ടുള്ള തികച്ചും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് വേണുഗോപാലിനെ ഈ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഇവരെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഈ ഷോ ഓഫ് നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. KC റോബർട്ട് വധേരയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിങ്ങിനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള കരാർ ഏറ്റെടുത്ത ഒരാളെന്നുള്ള രീതിയിലാണ് പൊതുവെ പറയപ്പെടുന്നത്. റോബർട്ട് വധേര മുഖേന പ്രിയങ്കയുടെയും വിശ്വസ്തനായിട്ട് മാറുകയും ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അവസാന തീരുമാനമെടുക്കുന്നതിലെ നിർണായക ഫാക്ടറായിട്ട് മാറുകയും ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂട്ടാണ് KC വേണുഗോപാൽ നീങ്ങുന്നത്. നമസ്കാരം. നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കേരള ജോഡോ യാത്രയുമായിട്ട് കേരള ഭരണം എങ്ങനെയും പിടിച്ചെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുമോ? കാരണം ഭാരത് ജോഡോ യാത്ര നല്ല യാത്രയായിരുന്നു എന്ന് വെച്ചാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നിലത്തിറങ്ങി ചേരില്ലാത്ത ആൾക്കാർ ഒരുപാട് ദൂരം നടക്കുന്നത് അവരുടെ ഒരു 10 വർഷമെങ്കിലും അവരുടെ ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും ദൂരം ഒരുപാട് പേര് കാണുന്നു. കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ഒത്തിരി പേര് കാണുന്നു. പക്ഷേ ഈ തെക്കോട് കാണുന്നതുകൊണ്ട് ശാരീരികാരോഗ്യം വർദ്ധിക്കുമെങ്കിലും മാനസികാരോഗ്യം വർദ്ധിക്കാനോ ബുദ്ധി കൂടാനോ സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനെ ഇതുവരെ സയൻസിൽ തെളിയിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് തന്നെ അന്ന് പറഞ്ഞത് ഭാരത് ചോഡോ യാത്ര എന്ന് കളിയാക്കി പറഞ്ഞവരുണ്ട്. ഇതിപ്പോൾ കേരള ചോഡോ യാത്രയായിട്ട് മാറുന്ന അവസ്ഥയിൽ എന്താണെന്ന് വെച്ചാൽ കേരളം കൈവിട്ട് കളഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പം സംഘടനാ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഉചിതമായ തീരുമാനങ്ങൾ, അതായത് മുസ്ലിം ലീഗ് പറയുന്ന പോലെ തക്കതായ സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആള് മിണ്ടാണ്ടിരിക്കുക. ഇവരുടെ കളക്റ്റീവ് ഒപ്പീനിയൻ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ കളക്റ്റീവ് ഒപ്പീനിയൻ. ആ രാജിവെപ്പിക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവസാനം എത്തുന്നത് ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ആദ്യത്തെ ബൈ ഇലക്ഷൻ്റെ ഉത്തരവാദിത്വവും കോൺഗ്രസിൻ്റെയാണ്. കാരണം ഷാഫി പറമ്പിനെ ലോക്സഭയിലേക്ക് അയച്ചു. രണ്ടാമത്തെ ബൈ ഇലക്ഷൻ്റെ ഉത്തരവാദിത്വവും കോൺഗ്രസിൻ്റെയാണ്. അത് വരുന്നതിൻ്റെ അങ്ങനെ ഒരു ആരോപണം വരാതിരിക്കാനാണ് ഇവനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് അതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ്. അത് എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഏത് പാർട്ടിക്കും എടുക്കാൻ പറ്റുന്ന സംയോജിതമായ തീരുമാനമെടുത്തത്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കൊണ്ടിട്ട് സതീഷിൻ്റെ തലയിൽ കെട്ടി വെക്കുമ്പോൾ AICC ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ KC വേണുഗോപാൽ ഈ കൈ നനയാതെ മീൻ പിടിക്കാൻ നിൽക്കുക. മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങ് വരണം. പുള്ളിക്ക് അത്രയേ ഉള്ളൂ, പുള്ളിയുടെ ആഗ്രഹം അത്രയേ ഉള്ളൂ. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയോ ധനവകുപ്പ് മന്ത്രിയോ ഒക്കെ ആവാന്നുള്ളത് സ്വപ്നം കണ്ടിരുന്നാണ്. അങ്ങനെയാണ് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. അദ്ദേഹം പിന്നെ പറയേണ്ടത് എന്താ, ഞങ്ങളുടെ കോൺഗ്രസിന്റെ തീരുമാനമാണത്. കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാണ്. AICCയുടെ അറിവോട് കൂടിയിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതൊരു സണ്ണി ജോസഫിന്റെയോ ഒരു VD സതീഷിന്റെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെയോ K സുധാകരന്റെയോ ഏതെങ്കിലും അടൂർ പ്രകാശിന്റെ ഏതെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളുടെ കളക്റ്റീവായിട്ടുള്ള ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ള കളക്റ്റീവ് ഡിസിഷനാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം AICCയുടെ ജനറൽ സെക്രട്ടറിക്കുണ്ട്. ഇനി അതല്ല, രാജ്യത്ത് മുഴുവൻ കോൺഗ്രസിനെ നോക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് കേരളം എന്ന ഇട്ടാവട്ടത്തിലെ കാര്യം നോക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവൻ കേരളത്തിൽ ഒന്ന് മത്സരിക്കലെന്നേ. കേരളത്തിലല്ലാത്ത സ്ഥലം കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അതിനും വരും. അതിന് വരാൻ നേരമുണ്ട്. ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല. പുള്ളിയുടെ ഭാര്യ പക്ഷെ ചെയ്ത പണി പുള്ളി പ്രതീക്ഷിച്ചില്ല. പുള്ളിയുടെ ഭാര്യ ഒരു പോസ്റ്റ് ഇട്ടില്ല ഫേസ്ബുക്കിൽ മാങ്കൂട്ടത്തിനെതിരെ. എൻ്റെ ഭർത്താവ് പരിശുദ്ധനാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ പാവ പോസ്റ്റ് ഇട്ടത്. പിന്നല്ലേ മാങ്കൂട്ടത്തിനേക്കാളും വലിയ അപ്പുറത്തെ കുഴപ്പങ്ങളൊക്കെ ഇപ്പുറത്തുണ്ടെന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്നത്. അപ്പം മോളെ എനിക്കും തെറ്റുപറ്റിപ്പോയി, നീ ആ പോസ്റ്റ് ആരോപണങ്ങൾ നിൽക്കുന്ന ആരോപണങ്ങളെന്നല്ല, അതായത് പിന്നെ ഈ സോളാർ നായികയുടെ വിഷയത്തിനകത്ത് പലരെയും ഫാബ്രിക്കേറ്റഡ് ആയിട്ട് അതിലേക്ക് വലിച്ചടച്ചിട്ടുണ്ട്. നിരപരാധികളുടെ പേരുകൾ കൂടെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ക്രെഡിബിലിറ്റി കളഞ്ഞത് ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ളത് ഇതുപോലെ കെട്ടുകഥയായിരിക്കും എന്നുള്ളത് പൊതുധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആള് മൻമോഹൻ ബംഗ്ലാവിൽ വെച്ചാണ്. അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പിന്നെ അന്ന് പ്രായമുണ്ട്, പുള്ളിയെ കുറ്റം പറയുന്നില്ല, മരണപ്പെട്ടു പോയി. ഉദ്ഘാടനം പുള്ളി നിർവഹിച്ചു. നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് രാത്രിയിൽ ഒതായിലെ അൻവറിൻ്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന സമയത്ത് അതിനെക്കുറിച്ച് പിറ്റേന്ന് പത്രക്കാരോട് VD സതീശൻ പരസ്യമായിട്ട് പറഞ്ഞു, ഞാൻ അവനെ വ്യക്തിപരമായി വിളിച്ച് ശാസിക്കുമെന്ന് പറഞ്ഞു. രാഷ്ട്രീയമായി ശാസിക്കുന്നു, നടപടിയെടുക്കുന്നു പറയാൻ സതീഷിന് പോലും ഒന്നും കേൾപ്പില്ലാത്ത അവസ്ഥയുണ്ട്. കാരണം ഇവർ സ്റ്റാറായിട്ട് നിൽക്കുക. എന്നാലും വ്യക്തിപരമായി ശാസിക്കുന്നു പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ആർജവം സതീശൻ കാണിച്ചു. KC വേണുഗോപാലിന് അതുപോലും പറയാൻ പറ്റത്തില്ല. KC വേണുഗോപാൽ അങ്ങനെയാണ് പറഞ്ഞാൽ പടാപട്ടി എന്നുകൊണ്ട് അപ്പം തന്നെ ഇവൻ പിടിക്കും. അതാണ് കേസിന്റെ അവസ്ഥ. ഈ KC എതിരെ കൊണ്ടു നടക്കുന്നത് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, കേരളത്തിലെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം മലപ്പുറം ജില്ലയ്ക്കകത്ത് നിന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കളരി. അദ്ദേഹം നിയമസഭാംഗമായത് മുഴുവൻ അവിടെ. തിരുവഞ്ചൂർ കോട്ടയത്ത് നിന്നിട്ടാണ്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളി നിന്നിട്ടാണ്. K മുഹമ്മദ് അലി ആലുവയിൽ നിന്ന് തന്നെയാണ് വർഷങ്ങളോളം മത്സരിച്ച് വിജയിച്ചത്. തലേക്കുന്നിൽ ബഷീർ തലസ്ഥാനം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്.
അങ്ങനെ ഓരോരുത്തരെയും എടുക്കുമ്പോൾ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് ബെന്നി ബെഹനാൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഓരോരുത്തരെ എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് വ്യത്യാസം വന്നതാരാ? കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ഒന്നിലധികം തവണ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പേരാവൂര് സണ്ണി ജോസഫ് പിടിച്ചെടുത്ത സീറ്റാ, ശൈലജ ടീച്ചർ നടത്തുന്നത്. ഇരിക്കൂര് കാലങ്ങളായിട്ട് കെ സി ജോസഫ് 10-19 വർഷമായി. ഇങ്ങനെ കണ്ണൂർ ജില്ലയ്ക്കകത്ത് പോലും നിന്ന് മത്സരിച്ചാൽ സ്വന്തം നാട്ടിലെ ആൾക്കാർക്ക് ഗുണം അറിയാം, ഹെൽപ്പിന് ഗുണം അറിയാം. ഇങ്ങർക്ക് നിയമസഭയിലോ ലോക്സഭയിലോ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കാൻ പറ്റത്തില്ല. കാരണം നാട്ടുകാർക്ക് ചെറുപ്പം തൊട്ടറിയാം ഇങ്ങർക്ക് ഒരിക്കലും കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ കഴിയാത്ത ആളാണ് കെ സി വേണുഗോപാൽ കണ്ണൂര്. കാരണം സ്വന്തം നാട്ടുകാരാണ്, സ്വന്തം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ വിലയില്ല. അവിടെ ഉള്ളവർക്ക് ഇതെന്താണെന്നുള്ള അറിയാം, കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കത്തില്ല. ഇദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് 2-3 ടൈം മത്സരിച്ച് ജയിച്ചെന്ന് തോന്നുന്നത്. ജയിച്ചത് മുഴുവൻ ആലപ്പുഴയിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. പിന്നെ 2004-2005 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാവുന്നു. 2006 അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നു. പക്ഷേ 2009 ലോക്സഭയിലേക്ക് പോകുന്നു. അപ്പോൾ 2009 ലോക്സഭയിലേക്ക് പോകുമ്പോൾ പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഡൽഹിയിലെ ഒരു അദ്ദേഹത്തിന്റെ കരിയറിൽ വ്യത്യാസം വരുന്നു. കേന്ദ്ര സഹമന്ത്രിയാവുന്നു. 2014 മത്സരിച്ച് വിജയിക്കുന്നു. UPA അധികാരത്തിൽ വരും എന്ന് എഴുതിയിട്ടാണ് വന്നത്. പക്ഷേ തകർന്നഴിഞ്ഞു പോയി. 2019 UPAക്ക് സ്കോപ്പ് ഇല്ലെന്ന് കണ്ടപ്പം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്താണെന്നറിയാം, UPAക്ക് സ്കോപ്പ് ഇല്ലാത്തത് മാത്രമല്ല, ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിന്റെ കയ്യിൽ കൊണ്ട് LDF വിജയിക്കും എന്നുള്ളത് ഉറപ്പായി. അപ്പം നിന്ന് തോറ്റ് നാണങ്ങളും എന്നുള്ളത് മനസ്സിലായപ്പോൾ ഇങ്ങനെ മെല്ലെ മാറി ഷാനിമോൾ ഉസ്മാനെ നിർത്തി. പറഞ്ഞതുപോലെ ഷാനിമോൾ ഉസ്മാൻ നിന്നിട്ട് പോലും തോറ്റുപോയി. കെ സി ആണെങ്കിൽ അതിനേക്കാൾ ദയനീയമായിട്ട് തോക്കുമായിരുന്നു. ആരിഫ് ജയിച്ചു. പക്ഷേ അന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾ 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പിന്നെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗമായി. പ്രത്യേകിച്ചും പല ബില്ലിന്മേലും രാജ്യസഭയിലെയും അംഗത്വം ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ ഏകപക്ഷീയമായി പല ബില്ലുകളും കൊണ്ടുവന്ന് BJP അവതരിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരു മുറുക്ക് വീണിരിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ ഐക്യത ശക്തിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇയാൾ രാജ്യസഭാ അംഗത്വം നിലനിൽക്കെ ഇവിടെ വന്നിട്ട് 2 വർഷത്തെ ടൈം കൂടെ ഉണ്ടാകുമ്പോൾ അതുമല്ല, രാജ്യസഭയിലേക്ക് അവിടെ പിന്നീട് പറഞ്ഞയക്കാൻ പോകുന്നത് BJPയുടെ ആളാണ്. കോൺഗ്രസിന് അവിടെ നിയമസഭയിൽ അതിനുള്ള അംഗബലമില്ല. ആ 2 വർഷത്തെ ഒരു MP സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പാർലമെന്റിൽ വന്നിട്ട് ലോക്സഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമ്പോഴുള്ള പ്രതീക്ഷ ഭരണം വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി, ഇയാൾക്ക് ഒന്നുകിൽ പ്രതിരോധ വകുപ്പ്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, ഈ 3 ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റിലെ 2ാം റാങ്കുകാരനായിട്ട് അദ്ദേഹം വരുമെന്നുള്ളത് ഉറപ്പിച്ച് നിൽക്കുകയാണ്. ഇത് സംശയമൊന്നുമില്ലായിരുന്നു. കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി ഈ ഒരു പദയാത്ര, അതായത് കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സമയത്ത് ഇതിനകത്തുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതില്ലേ? ഈ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ധൃതി, ഇതിന്റെ പിന്നിൽ എന്താ ഉള്ളത്? അല്ല, അതിലേക്ക് ഞാൻ വരുന്നത്, കെ സി അന്ന് പ്രതീക്ഷിച്ചത് രാഹുൽ ഗാന്ധി അതിനു മുമ്പ് തന്നെ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം കാബിനറ്റ് പദവിയോട് കൂടിയിട്ടില്ലെങ്കിലും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം ഒഴിവാക്കിയിട്ട് ബംഗാളി എന്നുള്ള ഏതോ ഒരു വിവരം, അതേപോലെ ഇദ്ദേഹം PM ആയില്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്നുള്ളത് കെ സി വേണുഗോപാൽ പ്രതീക്ഷിച്ചില്ല. കെ സി കരുതിയത് അധികാരത്തിൽ വന്നാൽ ക്യാബിനറ്റ് മന്ത്രി, ഇല്ലെങ്കിലും ക്യാബിനറ്റ് റാങ്ക്, പ്രതിപക്ഷ നേതാവായിട്ട് മാറാമെന്നുള്ളതാണ്. പ്രിയങ്ക അതിനെ മറികടന്ന് ഓപ്പറേഷൻ നടത്തി ആങ്ങളെ കൊണ്ട് നിർബന്ധപൂർവ്വം ഏറ്റെടുപ്പിച്ചു, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുപ്പിച്ചു. ഇതിന് പിൻവാങ്ങരുതെന്നുള്ളത് പറയിച്ചു. പ്രിയങ്കയുടെ അടുത്ത് വേണുവിന് സ്വാധീനമില്ല, രാഹുലിന്റെ അടുത്തുള്ള പോലുള്ള സ്വാധീനമില്ല, സോണിയുടെ അടുത്തും ഇല്ല. സത്യമാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം നാട്ടിൽ അംഗീകാരം ഇല്ലാതിരിക്കുന്ന ഒരാൾ ഇപ്പൊ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇദ്ദേഹത്തിന് ഈ ജോഡയാത്ര നടത്തുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ആവശ്യമുള്ള വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതിരിക്കുക. ഇപ്പൊ ചെയ്യേണ്ട എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് തെറ്റാണെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് AICC അംഗീകാരത്തോടെയാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്. AICC അംഗീകരിക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്തൊന്നും മിണ്ടാതിരുന്നിട്ട് കൈ നനയാതെ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ് പുള്ളി എന്താ വെച്ചാൽ പുള്ളിക്ക് അടുത്ത് CM ആവണം. അതോടുകൂടി കേരളത്തിൻ്റെ കഷ്ടകാലം തുടങ്ങും, കോൺഗ്രസിൻ്റെ നാശവും തുടങ്ങും. ഇതിനു വേണ്ടിയിട്ടുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്. പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് രമേശിനെയും സതീഷിൻ്റെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിലടുപ്പിച്ച് രാഹുലിനെയും ഷാഫിയെയും പുള്ളി പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അവരടുത്ത് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷെ അവർ സ്ട്രോങ് ആയതുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അതിനകത്ത് ഈ പൊട്ടന്മാർ തലവെച്ച് കൊടുക്കുക. ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. കേരളം മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും ഭാവനയോടുകൂടി കാണണം. കേരളത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. കേരളത്തിൽ പരാജയപ്പെട്ടാൽ കർണാടകയും പോകും, തെലങ്കാനയും പോകും. അതോടുകൂടി കോൺഗ്രസ് ഇന്ത്യയുടെ മാപ്പിൽ നിന്ന് തുടച്ചു നിൽക്കപ്പെടും, രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നിൽക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രാധാന്യമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയ പ്രാധാന്യത്തിനപ്പുറം പേഴ്സണലായിട്ടുള്ള തികച്ചും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് വേണുഗോപാലിനെ ഈ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഇവരെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഈ ഷോ ഓഫ് നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതിന് പകരം ഇവിടുത്തെ സംഘടനാ വിഷയങ്ങളിൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കൃത്യമായി ഇടപെടുകയും അതിൻ്റെ ഉത്തരവാദിത്തം ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കുമ്പോൾ അത് ചെയ്യാതെ ഇത് പാർട്ടി തീരുമാനമാണ് എന്ന ആർജവത്തോടെ ബാക്കിയുള്ള പാർട്ടിക്കാർ പറയുന്ന പോലെ പറയാനുള്ള സതീശൻ കാണിച്ച ആർജവമുണ്ട്. നിലമ്പൂര് PV അൻവറിനെ മുന്നിൽ എടുക്കത്തില്ല എന്നുള്ള കർശനമായ തീരുമാനം എടുത്തതിന് ശേഷം സതീശൻ പറഞ്ഞത് തോറ്റാൽ ഉത്തരവാദിത്വം എനിക്ക്, ജയിച്ചാൽ ക്രെഡിറ്റ് എല്ലാവർക്കും കൂടി എന്ന് പറഞ്ഞു.
അങ്ങനെ പറയാനിന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ പറ്റത്തുള്ളൂ അങ്ങനത്തെ തൻ്റെ അടുത്തോട് സംസാരിക്കുന്നത്. ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം കെ സിയെ സംബന്ധിച്ചിടത്തോളം ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കാനുള്ള ചരടുവലി നടത്തിയത് കെ സി നടത്തിയപ്പം സുധാകരൻ ഉൾപ്പെടെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആന്റോയെ എതിർത്തത്. ആന്റോ KPCC പ്രസിഡന്റ് ആയുള്ള അവസ്ഥ എന്താ? ഉള്ള ആളെ കൊണ്ടുവരാൻ നോക്കിയത് റോബർട്ട് വധേരയുടെ ചില നീക്കങ്ങളായിരുന്നു. ബിസിനസ് താല്പര്യങ്ങളാണ്, സാമ്പത്തിക താല്പര്യങ്ങളാണ്. റോബർട്ട് വധേരയ്ക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് ബിസിനസ്സുമായിട്ട് ലിങ്ക്ഡാണ്. അതിനകത്തുള്ള ഏജന്റിന്റെ പണിയാണ് KC നടത്തിക്കൊണ്ടിരിക്കുന്നത്. KC റോബർട്ട് വധേരയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിങ്ങിനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള കരാർ ഏറ്റെടുത്ത ഒരാളെന്നുള്ള രീതിയിലാണ് പൊതുവെ പറയപ്പെടുന്നത്. റോബർട്ട് വധേര ഇതിനകത്ത് കൊണ്ടുവരുന്നതിനകത്ത് ഈവൻ രാഹുൽ ഗാന്ധിക്ക് താല്പര്യമില്ല. പക്ഷെ പ്രിയങ്കയുടെ ഭർത്താവുള്ള പ്രിയങ്കയ്ക്ക് താല്പര്യം ഉണ്ടാവും. കാരണം അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ റോബർട്ട് വധേരയിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനെ ഒളിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ കഴിവുണ്ടായിരിക്കും, നല്ല കച്ചവടക്കാരനാണെന്നുള്ളത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രിയങ്ക പരിപൂർണമായി KCയെ അടുപ്പിക്കുന്നില്ല. രാഹുലിൻ്റെ അടുത്തുള്ളത്ര ആക്സസ് പ്രിയങ്കയുടെ അടുത്തില്ല. റോബർട്ട് വധേര മുഖേന പ്രിയങ്കയുടെയും വിശ്വസ്തനായിട്ട് മാറുകയും ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അവസാന തീരുമാനമെടുക്കുന്നതിലെ നിർണായക ഫാക്ടറായിട്ട് മാറുകയും ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂട്ടാണ് KC വേണുഗോപാൽ നീങ്ങുന്നത്. അതോടൊപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വന്നാൽ മുഖ്യമന്ത്രിയാവാൻ കുപ്പായമൊക്കെ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അളവ് തെറ്റിപ്പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.